നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകം അനവധി വേദനകൾ സമ്മാനിക്കുന്ന വാർത്തകളാണ് നൽകുന്നത്. ഒരുപക്ഷെ കൊറോണ വ്യാപനത്തിന് പിന്നാലെയാണ് പ്രവാസികളെ ലോകം കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയത് പോലും. ഒന്നോർക്കുക, മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രവാസികൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പറഞ്ഞറിയിക്കാനാകാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ അതീവ ദുഃഖം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു നിസ്സഹായെ നോക്കി നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അഷറഫ് താമരശ്ശേരിയാണ് ഈ അനുഭവം പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഈ മക്കളെ ചേർത്ത് പിടിച്ച് രക്ഷാകവചം തീർക്കാൻ ഇനി അമ്മയില്ല. ഈ രണ്ട് മക്കളെയും തനിച്ചാക്കി അമ്മ ജൂബി വേദനയില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കടുത്ത തലവേദന കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയ്ക്ക് ശേഷം ബ്രെയിനിൽ ട്യൂമർ കണ്ടെത്തുകയും കഴിഞ്ഞ ദിവസം അജ്മാനിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ജീബ ഭർത്താവും ബാബുവും മക്കളുമൊത്ത് റാസൽ ഖൈമയിൽ കുടുംബസമേതം ജീവിച്ചു വരികയായിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് ബാബുവിന് കരൾ സംബന്ധമായ രോഗം പിടിപെട്ടു. തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനമെടുത്തു. ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി കുടുംബസമേതം ജന്മസ്ഥലത്ത് സ്ഥിര താമസമാക്കുകയായിരുന്നു. അതിനിടയിൽ ബാബുവിന് അസുഖം മൂർച്ഛിച്ച് മരണപ്പെട്ടു. പെട്ടെന്നുണ്ടായ ബാബുവിന്റെ മരണം ജൂബിയെ തളർത്തി കളഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ആ കുടുംബം വല്ലാതെ ബുദ്ധിമുട്ടിലായി. 2 മക്കളെയും കൂട്ടി എവിടെ പോകുമെന്ന ചിന്ത ജൂബിയെ വല്ലാതെ തളർത്തി കളഞ്ഞു. ആരും സഹായിക്കുവാനില്ല. സഹായിക്കുവാൻ വേണ്ടി വരുന്നവരുടെ പിന്നിൽ മറ്റു പല ദുശ്ചിന്തകളും ഒളിഞ്ഞു കിടപ്പുണ്ടാകും. അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഒരാളുടെ ബുദ്ധിമുട്ടിൽ അവരെ ചൂഷണം ചെയ്യുന്നവരാണല്ലോ സമൂഹത്തിൽ അധികവും. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ സഹായത്താൽ മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർത്തതിനു ശേഷം ഒരു ജോലി അന്വേഷിച്ച് സന്ദർശക വിസയിൽ അജ്മാനിൽ വരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സന്ദർശക വിസ പുതുക്കി വീണ്ടും ജോലി അന്വേഷിച്ച് വരുമ്പോഴാണ് ജൂബിയെ മരണത്തിന്റെ മാലാക വന്ന് കൊണ്ടുപോകുന്നത്. മരണമുണ്ടാക്കുന്ന വേദനകളെ പറഞ്ഞു ഫലിപ്പിക്കാൻ അസാധ്യമാണ്. ചില വേർപാടുകൾ അവശേഷിക്കുന്നവരിൽ എക്കാലത്തും നൊമ്പരങ്ങളായി നിലനിൽക്കും. ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വേദന ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. സ്വന്തം അച്ഛനെയും അമ്മയുടെയും കരുതലും സ്നേഹവും അത് മറ്റാർക്കും കൊടുക്കുവാനും സാധിക്കില്ല. തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശി ജീബയുടെ മൃതദേഹം ഇന്ന് രാവിലെ നാട്ടിലേക്ക് അയക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമം മനസ്സിൽ. എന്തോ ചങ്കിൽ തിങ്ങി നിന്ന് ഭാരം തോന്നിക്കുന്ന അവസ്ഥ. വീട്ടിലേക്ക് അമ്മയുടെ നിശ്ചലമായ ശരീരം പെട്ടിയിലാക്കി കൊണ്ടുവരുമ്പോൾ എങ്ങനെ സഹിക്കുവാൻ കഴിയും ആ മക്കൾക്ക്? അച്ഛൻ മരിച്ചപ്പോൾ അമ്മയുണ്ടല്ലോ എന്ന തോന്നൽ അവർക്ക് ധൈര്യം നൽകിയിരുന്നു. സ്നേഹവും കരുതലും മതിയാവോളം ജീബ മക്കൾക്ക് നൽകി. പുനർവിവാഹത്തിന് ബന്ധുക്കൾ നിർബന്ധിച്ചപ്പോഴും അത് നിരസിച്ച് മക്കൾക്ക് വേണ്ടി വിദേശത്ത് ജോലി അന്വേഷിച്ച് വന്ന ആ അമ്മ വിദേശത്ത് നിന്ന് തന്നെ കൊണ്ടുവന്ന മയ്യത്ത് പെട്ടിൽ നിശ്ചലമായി കിടക്കുന്നു. അമ്മയെന്ന് എത്ര പതുക്കെ വിളിച്ചാലും മറുപടി തരുന്ന അമ്മ ഇപ്പോൾ മിണ്ടുന്നില്ല. അതെ, ഞങ്ങളെ തനിച്ചാക്കി അമ്മ വേറൊരു ലോകത്തേക്ക് പോയി എന്ന സത്യം തിരിച്ചറിയാനുള്ള പ്രായം തികഞ്ഞിരിക്കുന്നു ആ മക്കൾക്ക്. ദൈവമേ, ആരുമില്ലാത്ത ഈ മക്കളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം സമൂഹത്തോടും ബന്ധുക്കളോടും അവരെ അനാഥത്വം അറിയിക്കാതെ വളർത്തുക. സമൂഹത്തിനും രാജ്യത്തിനും നന്മ ചെയ്യുന്ന മക്കളായി വളരാൻ നമ്മൾ സഹായിക്കണം. നമ്മുടെ ചിന്താഗതികൾ അതിന് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസമായിരുന്നു നബിദിനം. ലോകത്തിന്റെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇവിടെ പരാമർശിക്കുന്നു: അനാഥ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ ലാളിക്കരുത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.